മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 84:10. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു വാതിൽ കാവൽക്കാരനായി മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് ചേർന്നിരുന്ന് അവിടുത്തെ സ്തുതിച്ചാരാധിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദിവികാരുണ്യനാഥനോടൊപ്പം ചേർന്നിരുന്ന ഓരോ നിമിഷവും ആനന്ദമനുഭവിച്ചിരുന്ന വളരെയേറെ വിശുദ്ധരെ നമുക്കറിയാം. നമുക്കേവർക്കും പരിചിതയായ വിശുദ്ധ എവപ്രാസിയെ സഹോദരിമാർ വിളിച്ചിരുന്നത് വിശുദ്ധ സക്രാരിയുടെ കാവൽക്കാരി എന്നായിരുന്നു. പള്ളിയിൽ ആദ്യം വരികയും അവസാനം പോവുകയും ചെയ്തിരുന്ന വിശുദ്ധ പ്രാർത്ഥിച്ചിരുന്ന അതേ പ്രാർത്ഥന നമുക്കും മാർഗദീപമാകട്ടെ. സ്നേഹയോഗ്യനായ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി മാത്രം കത്തിപ്രകാശിക്കുന്ന ഒരു വിളക്കായിരിക്കട്ടെ. ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് UAE അലൈൻ നേഴ്സസ് മിനിസ്ട്രി നയിക്കുന്ന ദിവികാരുണ്യ ആരാധനയിൽ നമുക്കും പങ്കുചേരാം. കർത്താവിൻ്റെ മുമ്പിൽ അവിടത്തേക്ക് വേണ്ടി മാത്രം കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായി നാം ഓരോരുത്തരും മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് അവിടുത്തെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന യേശുനാഥനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സമയം നമ്മോടൊപ്പം ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് നമുക്കങ്ങേ ആരാധിക്കാം. ഈ ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ സ്വീകരിച്ചുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സർവശക്തിയോടും സർവ കഴിവുകളോടും കൂടെ നമുക്കൊന്നു ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. നിത്യനുമായ
വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കരുണയിൽ അഭയം തേടുന്നു. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കൂടെ അങ്ങുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം മാത്രം മതി ഞങ്ങൾക്ക്. കാറ്റും കോളും കൊണ്ട് വഞ്ചി മുങ്ങുമോ എന്ന് ഭയപ്പെട്ട ശിഷ്യന്മാർ അമരത്ത് കിടന്നുറങ്ങുന്ന യേശുവിനെ വിളിച്ചുണർത്തി. യേശു വള്ളത്തിലുണ്ടായിരുന്നിട്ടും കാറ്റും കോളും വള്ളത്തെ ആഞ്ഞുകുലുക്കി. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് യാതൊരാപത്തും കൂടാതെ പ്രകൃതിയെ ശാസിച്ചുകൊണ്ട് ശാന്തമാക്കിയ ആ സ്നേഹസ്വരൂപൻ ഇന്ന് ദിവ്യകാരുണ്യമായി നമ്മുടെ മുൻപിലിതാ. നമ്മുടെ ജീവിതത്തിലെ കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് ആ യേശുവിനെ ക്ഷണിക്കാം. നമ്മുടെ ജീവിതത്തിലെ തിരമാലകൾ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് അതെന്തുമാകട്ടെ നമുക്ക് ഈശോയെ വിളിക്കാം. ആ പരിശുദ്ധനായവനെ സകല മാലാഖമാരോടും ചേർന്ന് ശിരസുയർത്തി നമ്മുടെ വിശ്വാസ കണ്ടുകൊണ്ട് ആ ദിവ്യ സ്നേഹത്തെ, ആ ദിവ്യ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പാടി ആരാധിക്കാം. ഈ ഭൂമിയിലെന്ന പോലെ, ഈ ഭൂമിയിൽ മറ്റാരുമില്ല എന്നതുപോലെ നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ആ ഈശോയെ നമുക്ക് ഗായകസംഘത്തോട് ചേർന്ന് പാടി ആരാധിക്കാം. സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, അവിടെ നിന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒത്തിരി ധനികർക്കിടയിലൂടെ വെറും 2 ചെമ്പുതൊട്ടുകൾ മാത്രം നിക്ഷേപിച്ച വിധവയെ അങ്ങ് ശ്രദ്ധിച്ചുവല്ലോ. ഇന്ന് ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിക്കി വിടുമ്പോൾ ആ വിധവയെയും എല്ലാവരും ഓർമ്മിക്കുന്നു. പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ ഇല്ലായ്മകളെ, ഞങ്ങളുടെ ബലഹീനതകളെ എല്ലാം വലിയവയായി വില കൽപ്പിച്ച് ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരെന്ന് ഞങ്ങൾ സ്വയം മുദ്രകുത്തി ദുഃഖത്തോടെ കഴിയുമ്പോൾ ഞങ്ങളുടെ അവസ്ഥകളിലെല്ലാം തന്നെ നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തിയ യേശുവിനെ ഞങ്ങളിപ്പോൾ അറിയുന്നു. ഈ പാവപ്പെട്ട നഴ്സുമാരെ ലോകസുവിശേഷവൽക്കരണത്തിന് വേണ്ടി അങ്ങ് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള നഴ്സുമാരോട് ചേർന്ന് ഈ സമയം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയെ മഹത്വം ഈശോയെ മഹത്വം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹനാഥനായ ഈശോയെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥ, അങ്ങേ തിരുമുമ്പിൽ നേഴ്സുമാരായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈശോയെ, അങ്ങേ തിരുമുമ്പിൽ ഒരുമിച്ച് കൂടുവാൻ പാപികളും ബലഹീനരുമായ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോനാഥ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ലോകം മുഴുവനിലുമുള്ള എല്ലാ നേഴ്സുമാരുടെയും കുടുംബാംഗങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രത്യേകിച്ച് അവരുടെ മക്കളെയും ഈശോയെ ഇന്നേ നിമിഷം
അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോനാഥ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ ഈ ലോകത്തിൻ്റെതായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ അഭംഗുരം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടുന്ന അനുഗ്രഹം ഈശോയെ നീ അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി തീക്ഷ്ണമായി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ, മോനിക്ക പുണ്യവതി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ അമ്മമാരായി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് നിൻ്റെ മക്കളെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കുമെന്ന്. ഈശോയെ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങേ വചനപ്രകാരം ഞങ്ങളുടെ മക്കളെ അവിടുന്ന് കാത്തു സംരക്ഷിക്കുമെന്ന്, കാത്തു പരിപാലിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ഈശോയെ, ലോകം മുഴുവനിലുമുള്ള എല്ലാ നഴ്സുമാരുടെയും മക്കളെ അങ്ങേ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും അടിയുറച്ച വിശ്വാസത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനിടയാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ, ജീവിത പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ കർത്താവിൻ്റെ സർവശക്തിയുള്ള കരങ്ങളിൽ ആശ്രയിക്കാതെ വിശ്വാസം നഷ്ടപ്പെട്ട് മന്ത്രവാദം, കൂടോത്രം, ബ്ലാക്ക് മാസ്, സമയനോട്ടം, നാൾനോട്ടം ഇവയുടെ പുറകെ നടക്കുന്ന എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ മേൽ കരുണയായിരിക്കണമേ. സുഭാഷിതം 3:5-6 വാക്യങ്ങൾ പറയുന്നു, കർത്താവിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുവേൻ. നിന്റെ ബുദ്ധിയിൽ ആശ്രയിക്കരുത്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴിതെളിക്കും. കാരുണ്യവാനായ കർത്താവേ, ഏതെങ്കിലും പാപ സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരെയും യേശുവേ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ മേൽ കരുണയായിരിക്കണമേ. അവരുടെ അവിശ്വാസം പരിഹരിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ അങ്ങയിൽ ഉറച്ച് വിശ്വസിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. അനന്ത നന്മ സ്വരൂപിയും പരമകാരുണ്യവാനുമായ ദൈവമേ, ദിവ്യകാരുണ്യ ഈശോയെ, ഒരിക്കൽ കൂടി നിന്നെ ആരാധിക്കാൻ ലോകം മുഴുവനിലുമുള്ള 2 കോടി നേഴ്സുമാരെ നെഞ്ചിലേറ്റി അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നീ ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ സമയം നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോയെ, ഞങ്ങൾക്കൊക്കെയും ദാനമായി കിട്ടിയ ക്രിസ്തീയ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ലോകം മുഴുവനിലുമുള്ള ഓരോ നേഴ്സുമാരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ഈശോയ്ക്ക് വേണ്ടി ലോകം മുഴുവനിലുമുള്ള ഓരോ നേഴ്സുമാർക്ക് വേണ്ടി ഈശോയെ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന താലന്തുകൾ കർത്താവേ, ഏറ്റവും വിശ്വാസത്തോടെ വ്യാപാരം ചെയ്ത് കൂടുതൽ ആത്മാക്കളെ നേടുവാനായി ഞങ്ങൾ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന
ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കായി നീ ഏൽപ്പിച്ചു തരുന്ന ഓരോ രോഗികൾക്കായി കർത്താവേ, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കായി, ഞങ്ങളുടെ മേലധികാരികൾക്കായി, അത് വ്യാപാരം ചെയ്ത് ദൈവമേ അവർക്കെല്ലാം ഈശോ മരിച്ചതെന്നും അവരുടെ എല്ലാവരുടെയും രക്ഷകനാണ് ഈശോ എന്നും, ഏക രക്ഷകൻ ഈശോ മാത്രമാണെന്നും അപ്പോസ്തല പ്രവർത്തനങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് ഞങ്ങൾ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഇപ്പോൾ നിൻ്റെ മുമ്പിൽ ആരാധനയിലായിരിക്കുന്ന എല്ലാ നേഴ്സുമാരിലേക്കും കർത്താവേ, ആ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഒരു വില കൊടുക്കുന്ന വിശ്വാസത്തിലേക്ക് ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൗലോസ്ലീഹായെ പോലെ ഈശോയെ നിന്നെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിൻ്റെ കൃപ മതി, നീ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ വിശ്വാസ തീഷ്ണതയോടെ നിനക്ക് വേണ്ടി ഓടുവാൻ ദൈവമേ, ഞങ്ങളുടെ നേതൃത്വ നിരയിലായിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് നീ തിരഞ്ഞെടുത്ത് പേര് വിളിച്ച് വേർതിരിച്ച ഓരോ മക്കളെയും കർത്താവേ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു വിശ്വാസി വിശ്വാസം ജീവിക്കുമ്പോൾ വിശ്വാസം പ്രസരിക്കുന്നു എന്ന ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉറവ ലോകം മുഴുവനിലുമുള്ള ഓരോ നേഴ്സിലൂടെയും കർത്താവേ, ലോകത്തിൻ്റെ ഓരോ കോണിലേക്കും മൂലയിലേക്കും പ്രസരിക്കുവാൻ കർത്താവേ, നേഴ്സുമാരായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കർത്താവേ വിശ്വാസത്തെ കർത്താവേ വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെയാണ്. അന്യസ്ഥലത്ത് 1000 ദിനങ്ങളേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് അങ്ങേ സന്നിധിയിലുള്ള ഈ നിമിഷങ്ങൾ. 3 രാജാക്കന്മാർ പൊന്നും മീറയും കുന്തിരിക്കവുമായി അങ്ങേ സന്നിധിയിലെത്തി അങ്ങേ ആരാധിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളെ തന്നെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ലോകം മുഴുവനുമുള്ള എല്ലാ നേഴ്സുമാരോടും ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. നീ പോയിക്കൊള്ളുക എന്ന് കാനാൻകാരി സ്ത്രീയോട് അരുളി ചെയ്ത് അവളുടെ മകളെ സൗഖ്യപ്പെടുത്തിയ കർത്താവേ, വാഗ്ദാനങ്ങളെ വിശ്വസ്തനായ കർത്താവേ, അവിടുന്ന് അരുളി ചെയ്തല്ലോ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. കർത്താവെ, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിക്കാതെ നിരാശയിൽ ആണ്ടുപോയ ലോകം മുഴുവനുമുള്ള എല്ലാ നേഴ്സുമാരെയും അങ്ങേ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു. അവിടുന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസം ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. നിശ്ചിത ദിവസത്തേക്ക് ഞാൻ വരും, അന്ന് സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കുമെന്ന് അരുളിച്ചത് കർത്താവേ. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിനുള്ള ശക്തി പ്രാപിച്ചു. ലോകം മുഴുവനും അങ്ങേ ആരാധിക്കുന്ന ഈ മണിക്കൂറിൽ
ആത്മാവും ജീവനുമാകുന്ന വചനത്താൽ സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചതുപോലെ അങ്ങേ ആരാധിക്കുന്ന എല്ലാവരുടെ മേലും യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ എല്ലാ നേഴ്സുമാരോടും ചേർന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സരസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യനാഥനെ കുമ്പിട്ട് ആരാധിക്കാൻ നമുക്ക് ലഭിച്ച ഈ മനോഹര നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന് നാം അനുഭവിച്ച ഈ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത എത്രയോ നഴ്സുമാരുണ്ട്. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലെ ഈശോയോട് ചേർന്നിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ച് ഈശോയോടൊപ്പം ചേർന്നിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയെ അറിയാത്ത, അങ്ങയെ അറിഞ്ഞിട്ടും ലോകസുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന എല്ലാ നഴ്സുമാർക്ക് വേണ്ടിയും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അവരെയെല്ലാം അങ്ങയുടേതാക്കി മാറ്റണമേ. അങ്ങനെ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു കെടാവിളക്കായി നാം മാറട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.